പാച്ചി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ ഉണ്ടാകുന്ന ഒരു ആഹാരമാണ്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം തൈര് സാദം. തൈര് സാദം ഉണ്ടാക്കുന്നതിലേക്ക് ആദ്യം വേണ്ടത് ചോറാണ്. നല്ലതുപോലെ വെന്ത ചോറാണ് ഇതിനാവശ്യം. പച്ചരി വെച്ചുള്ള ചോറോ അല്ലെങ്കിൽ നമ്മുടെ റേഷനരി വെച്ചുള്ള ചോറും വളരെ നല്ലതാണ്. അത് പെട്ടെന്ന് വേവുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. പിന്നീട് വേണ്ടത് പുളിയില്ലാത്ത കട്ട തൈരാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ഒരു കുക്കുംബർ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യം നമുക്ക് ഈ ചോറിലേക്ക് ഈ കട്ട തൈര് ഇട്ട് ഇളക്കാം. ഈ കുക്കുംബറും ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ താളിച്ചിടേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, പിന്നീട് കുറച്ച് പരിപ്പുകളാണ്. ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കപ്പലണ്ടി, പിന്നെ ഒരു സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ. നെയ്യാണ് എടുക്കേണ്ടത്, പിന്നെ വെളിച്ചെണ്ണ ആയാലും മതി. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കായപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് പരിപ്പുകളിടാം. ആദ്യം ജീരകം ഇടാം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ കപ്പലണ്ടി, ഈ നട്ട്സുകൾ, ഈ പരിപ്പുകളെല്ലാം അതിലേക്ക് ഇടാം. ഇട്ട് എല്ലാം ഒന്നിച്ച് മൂപ്പിച്ച് വെക്കാം. ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പം ഇത് ചോറിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇത് ആ ചോറിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. ഇത് ആ ചോറിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മല്ലിയില ചേർക്കുന്നില്ല. ഇപ്പം എല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് അടച്ചു വെക്കാം. ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടി ചേർക്കണം. കായപ്പൊടി ഇടാൻ വിട്ടുപോയി. അങ്ങനെ നമ്മുടെ തൈര് സാദം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. പിന്നെ നമ്മുടെ മലയാളികൾക്ക് എരിയും പുളിയൊക്കെ ഉള്ള വല്ലതും ഉണ്ടെങ്കിൽ ആഹാരം ശരിയാവത്തോളം എന്നുള്ളവർക്ക് അച്ചാറോ പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാം. കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റിയാണ്. അവർക്ക് നല്ല ശരീരത്തിനും ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലൊരു ആഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.